പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ഒപ്പം നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 231 സന്ദേശം. കാലത്തിന് മുൻപ് തന്നെ ദൈവത്തിന് എന്നോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആധിക്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാൽ ഞാനാകട്ടെ അവിടുത്തെ ഇപ്പോൾ മാത്രമേ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അവിടുത്തെ സ്നേഹം വിശാലവും നിഷ്കളങ്കവും വ്യവസ്ഥയില്ലാത്തതുമാണ്. അവിടുത്തെ അറിയുവാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അങ്ങയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ മുളപൊട്ടുന്നത്. അവിടുത്തെ എത്രമാത്രം അറിയുന്നുവോ അത്രമാത്രം തീവ്രമായും ശക്തമായും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 231 സന്ദേശം. പ്രിയമുള്ളവരെ, ഇവിടെ വിശുദ്ധ ഫൗസ്റ്റീന വലിയൊരു യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. അനാദി മുതലേ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അനാദി മുതലേ സ്നേഹിച്ചിട്ടും നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപേ നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അനാദി മുതലേ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തിരുവന ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ഭൂമിയുടെ അധോഭാഗങ്ങളിൽ അങ്ങനെക്ക് രൂപം നൽകുന്നതിന് മുൻപേ എൻ്റെ മുഖം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. നീ എന്നെ കണ്ടിരുന്നു. ഈ ഭൂമിയുടെ ആരംഭം മുതൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിന് മുൻപേ തന്നെ നീ എന്നെ അറിഞ്ഞിരുന്നു, നീ എന്നെ സ്നേഹിച്ചിരുന്നു. നിത്യനായ ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ, തൻ്റെ സർവ്വശക്തിയിലും മഹിമയിലും മഹത്വത്തിലും എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ എന്താണ്? അവൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. എത്ര നിസ്സാരമായ സാഹചര്യത്തിലാണ് ദൈവം തന്നെ തന്നെ സംരക്ഷിക്കേണ്ട, തന്നെ തന്നെ നിലനിർത്തേണ്ട, സ്വർഗത്തോടുള്ള സാദൃശ്യം നിലനിർത്തേണ്ട ഒരു കാര്യമായിട്ട് അവൻ പരിഗണിച്ചില്ല. അവൻ അവൻ്റെ തന്നെ വിലയുള്ളവനായിട്ട് എന്നെ കണ്ടു. അവൻ്റെ തന്നെ വിലയുള്ളവളായിട്ട് എന്നെ കണ്ടു. വിലയില്ലാത്തതിന് വേണ്ടി വിലയുള്ളതിനെ നശിപ്പിക്കുന്നത് പാപമാണ്, അല്ലെങ്കിൽ അത് തിന്മയാണ്. എന്നാൽ ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി വിട്ടുതരുമ്പോൾ, വിലയില്ലാത്ത ഒന്നിനു വേണ്ടി ദൈവം തന്നെയാകുന്ന വിലയെ വിട്ടുതരാൻ തയ്യാറാകുമ്പോൾ അതിൽ തന്നെ ഒരു തിന്മയാണോ? എന്നാൽ അങ്ങനെയല്ല. കാരണം അവനേക്കാൾ വിലയുള്ളതായി, അല്ലെങ്കിൽ അവൻ്റെ ജീവൻ തന്നെ കൊടുത്ത് നേടേണ്ട മാത്രം വിലയുള്ളതായിട്ട് അവൻ എന്നെ കണ്ടു. ദൈവം ദൈവത്തെ പോലെ വിലയുള്ളതായിട്ട് എന്നെ കണ്ടതിനാൽ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം അവനോടുള്ള സ്നേഹത്താൽ തീവ്രമായി ജീവിക്കുവാൻ തുടങ്ങും. അവനോടുള്ള സ്നേഹത്തിൻ്റെ മറുപടിയായിട്ട് നമ്മുടെ ജീവിതം മാറും. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത്: അവിടുത്തെ സ്നേഹത്തിൻ്റെ അനുഭവത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന് അറിയാൻ എനിക്കൊരു ഒരു സമയം തരണമേ എന്ന് അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്നു. എനിക്കൊരു അവസരം തരണം. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നീ എനിക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചുവെന്നും അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റെടുക്കാം. ഈശോയോട് പറയാം: ഈശോയെ, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത്ര അധികം അങ്ങേ അറിയുവാൻ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.